ഇത്തരം ഒരു പ്രൂണർ വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ ഇതുപോലത്തെ ഒരു കത്തി വാങ്ങിക്കുക. ഇത് രണ്ടും ഈ സാധനം ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ്. ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടല്ലേ ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടി വയ്ക്കും. ഇത് മറ്റേ വാഴക്കൊലയൊക്കെ പടല തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കടകളിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. 60 രൂപ അത്രയൊക്കെ ഉള്ളൂ. ഈ സാധനം വേണ്ടി 260 രൂപ ഒക്കെ പ്രൈസ് വരത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ എളുപ്പം ഇതാണ്. ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. ഉണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുണ്ട്, അതിനും ഒന്നിനും കേടുകളൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് അത് ചെയ്യാം. അതുകൊണ്ട് ഈ ചെറുതായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. കണ്ടോ? സുഹൃത്തുക്കളെ നമസ്കാരം. ഓർഗാനിക് കേരളത്തിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ എൻ്റെ അടുത്തൊരു സുഹൃത്തിനെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. അദ്ദേഹം വളരെ പ്രഗത്ഭനാണ്. കാർഷിക മേഖലയിൽ അധികം ആർക്കും മുഖം കൊടുക്കാതെ നടന്നു പോകുന്നൊരു വ്യക്തിയാണ് നമ്മുടെ ഫ്രാങ്ക്ലിൻ. ശരിക്കും ഇടുക്കിക്കാരനാണ്. പക്ഷെ നമ്മൾ ഇന്ന് നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ പുതുക്കാടിനടുത്താണ് ഫ്രാങ്ക്ലിൻ. പല്ലിശ്ശേരി അല്ലേ? പല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത്. ഇവിടെ ശാന്തിഭവൻ പാലിയേറ്റീവ് ഹോസ്പിറ്റലുണ്ട്. ഈ പാലിയേറ്റീവ് ഹോസ്പിറ്റലിൻ്റെ കുറച്ച് സ്ഥലത്ത് ഇവിടുത്തെ അന്തേവാസികൾക്കും നാട്ടുകാർക്കൊക്കെ സുരക്ഷിത ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു ഉദ്യമത്തോടു കൂടിയാണ് ഫ്രാങ്ക്ലിൻ ഈ നാട്ടിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ വീഡിയോയിലൂടെ കാണിക്കുന്നത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഓരോ കർഷകനും ഉപകാരപ്രദമായ ഒരു നല്ലൊരു ടിപ്പാണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഒരുപാട് സ്ഥലങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്നുണ്ട്. ഈ സ്ഥലങ്ങളെല്ലാം തന്നെ പലപ്പോഴും നമുക്ക് കൃഷിക്ക് അനുയോജ്യമായിരിക്കില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും അവിടുത്തെ മണ്ണിലോ മറ്റു കാര്യങ്ങളിലൊക്കെ കുറവുകളുണ്ടായിരിക്കും. എന്നാൽ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ നമ്മൾ ആ കൃഷിയെ എങ്ങനെ ആ ഒരു ഭൂമിയെ എങ്ങനെ മാറ്റിയെടുത്ത് നമുക്കത് കൃഷിക്ക് അനുയോജ്യമാക്കാം എന്നുള്ള ഒരു കാര്യമാണ്. അത് ഒരുപാട് ആളുകൾ ഈ ഒരു മണ്ണ് കേടായത് കൊണ്ട് അങ്ങോട്ട് തിരിഞ്ഞു നോക്കാത്ത അവസ്ഥയുണ്ട്. അങ്ങനത്തെ ഒരു സ്ഥലത്തെ നമുക്ക് എങ്ങനെ മാറ്റിയെടുത്ത് കൃഷിക്ക് അനുയോജ്യമാക്കാം. അതിൽ ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് അതിലെടുത്ത് പറയുന്നത് നമുക്ക് എങ്ങനെ തക്കാളി അങ്ങനത്തെ ഒരു ഭൂമിയിൽ കൃഷി ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ല രീതിയിൽ ആ മണ്ണിനെ ഒരുക്കുന്നത് എങ്ങനെയാണ്. ആ തക്കാളിയെ വളരെ പെട്ടെന്ന് ത്വരിതഗതിയിൽ അതിനെ വളർത്തിയെടുത്ത് അതിനെ ഫലഭൂയിഷ്ടമാക്കി നമുക്ക് ഏറ്റവും സുരക്ഷിതമായ, നമ്മൾ രാസവളം തൊഴിയിക്കുന്നില്ല, ഏറ്റവും സുരക്ഷിതമായ രീതിയിൽ നമുക്കതിനെ എങ്ങനെ ചെയ്യാമെന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ഫ്രാങ്ക്ലിൻ ഭായി, നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കണം. എങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക്, അതായത് ഫ്രാങ്ക്ലിൻ ഇവിടേക്ക് വരാനുണ്ടായ ഒരു സാഹചര്യം, അതോടൊപ്പം ഇങ്ങനെ ഒരു മാറ്റത്തിന് വഴിയൊരുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഓക്കെ, ഫസ്റ്റ് അതിൽ പ്രധാനമായിട്ടും ഒരു പേര് പറയേണ്ട ഒരു വ്യക്തിയുണ്ട്. നമ്മുടെ ഓർഗാനിക് ഗ്രൂപ്പ് ടീമിലുള്ള ജോൺസൺ ചേട്ടൻ, നമ്മുടെ ഓർഗാനിക് കേരളം വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ. അതെ. അപ്പം അദ്ദേഹം ആയിട്ട് ഇപ്പം രതീഷ് ഭായിക്ക് അറിയാമല്ലോ, നമുക്ക് വർഷങ്ങളായിട്ട് തുടങ്ങിയപ്പോൾ മുതലുള്ള ഒരു നമ്മളെല്ലാവരുടെയും അടുത്ത അത് നല്ലൊരു കൃഷിന്റെ കൂടെയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു ലിങ്ക് ഉണ്ടായിരുന്നു. അപ്പൊ അദ്ദേഹമാണ് എന്നോട് ആദ്യമായിട്ട് കഴിഞ്ഞ ഓണത്തിന്റെ സമയത്താണ് എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു ആവശ്യം അറിയിക്കുന്നത്. അതായത് ഇതുപോലെ ഒരു ഹോസ്പിറ്റലുണ്ട്. ഇതൊരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരുപാട് പ്രവർത്തനങ്ങൾ അച്ഛനിവിടെ നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് ഫാദർ ജോയ് കോട്ടൂർ. അതാണ് കൂട്ടൂർ. ഇവിടെ വന്നപ്പോൾ ഒരു അവസ്ഥ എന്തായിരുന്നു? ഇവിടെ വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആക്ച്വലി ഒരു ബിൽഡിങ്ങിന്റെ പ്ലാനിലുള്ള സ്ഥലമാണ്. ഈ സ്ഥലം കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പഴയ കോറിയായിരുന്നു. വലിയ ഹെവി ആയിട്ടുള്ള ഇപ്പൊ പാറക്കുളമൊക്കെ ഉണ്ടല്ലോ, അത്രയ്ക്ക് വലിയ കോറിയായിരുന്നു. ഇവിടുത്തെ മേൽമണ്ണെന്ന് പറയുന്ന ഒരു തുള്ളിയില്ല. പിന്നെ കംപ്ലീറ്റ് സാധനം എടുത്തു മാറി അതിന്റെ മിച്ചം വന്ന ഭാഗങ്ങൾ ഇട്ട് ഒരു ജസ്റ്റ് ഒന്ന് നിരപ്പ് ചെയ്താക്കി ഇട്ടിരുന്ന ഒരു സ്ഥലമായിരുന്നു. കറക്റ്റ് നിരപ്പായിരുന്നില്ല. അപ്പൊ വന്നതിന് ശേഷം ഇത് കണ്ടു കഴിഞ്ഞപ്പോ പുല്ല് പോലും ഇല്ലായിരുന്നു ഇതിൽ. അതായിരുന്നു അവസ്ഥ. കംപ്ലീറ്റ് ലാറ്ററൈറ്റ് സോയിൽ എന്ന് പറയും അതിന്. അതായത് മേൽമണ്ണ് നഷ്ടമായിട്ടുള്ള മലമുകളില് കാണപ്പെടുന്ന മണ്ണാണ്. അതിന്റെ അകത്തുനിന്ന് അതാണ് നമ്മൾ ഇന്ന് കാണിക്കാൻ പോകുന്നത് അല്ലേ? നൈട്രജൻ തീരെ കുറവായിരിക്കും അതിൽ. അതാണ് അതിന്റെ വലിയൊരു പ്രശ്നം. പിന്നെ pH-നും വലിയ തീരെ കുറവായിരിക്കും ഒന്ന്. പിന്നെ അസിഡിറ്റി ഉണ്ടാവില്ല, പക്ഷെ സൾനിറ്റി കൂടുതലായിരിക്കും. അതായത് അതാണ് ഈ ഒരു മണ്ണിന്റെ പ്രത്യേകത. അപ്പോൾ ഇത് വന്ന് നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് മണ്ണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം, എന്താണ് കണ്ടീഷൻ എന്ന് അറിയാം. എന്തായാലും മണ്ണ് ടെസ്റ്റ് ചെയ്തു. pH വന്നിട്ട് 5.3 ആയിരുന്നു. 5.3 ഉള്ളൂ. അതെ. അപ്പം അവര് ശുപാർശ ചെയ്തത് പച്ചക്കറി കൃഷിക്ക് ഇപ്പോഴത്തെ കണ്ടീഷൻ അനുയോജ്യമല്ല. പിന്നീട് നമ്മൾ മണ്ണ് ഒരുക്കി റെഡിയാക്കിയതിന് ശേഷം അവരെന്നോട് പറഞ്ഞത് 1 ഏക്കറിലേക്ക് കുറഞ്ഞത് 1 ടണ്ണ് ചാണകപ്പൊടി ഇട്ട് മണ്ണ് ട്രീറ്റ് ചെയ്തെടുക്കണമെന്നാണ് പറഞ്ഞത്.
ഇതിൻ്റെ അകത്തു നിന്ന് മൊത്തം നമ്മൾ ഏതാണ്ട് 13 ലോഡ് ടിപ്പർ കല്ല് മുകളിൽ കിടപ്പുണ്ട്. ഇതാ കിടക്കുന്ന കല്ലുകളുണ്ട്. ആ കല്ലുകൾ കംപ്ലീറ്റ് ഇതിൻ്റെ അകത്തുനിന്ന് കയറി പോയിരുന്നു. ഓ ശരി. എന്നിട്ട് ഇതിനെ നമ്മൾ നിരപ്പാക്കി അതിനെ JCBക്ക് നിരപ്പാക്കി ട്രാക്ടർ കൊണ്ടുവന്ന് ഉഴുതു. ഉഴുതതിന് ശേഷം നമുക്ക് ഒരു 10 ലേബേഴ്സിനെ കിട്ടി. അപ്പോൾ അവരെ വെച്ചിട്ട് ബെഡ് റെഡിയാക്കുക, ഉടനെ ചെടി നടുക. ഓക്കെ, ഒരു നിമിഷം പോലും വാഴ ആക്കിയിട്ടില്ല. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് നമ്മളെ കൃഷി സ്ഥലത്തേക്ക് ഒന്ന് പോകാം. ഇതേതാ പയറ്? കുറ്റിപ്പയർ തന്നെ. കുറ്റിപ്പയർ തന്നെ അല്ലേ? നമ്മുടെ മണ്ണൂത്തിൽ നിന്ന് തന്നെ. മണ്ണൂത്തിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇത് ഇവിടെ ഇങ്ങനെ നമ്മുടെ വഴുതന തൈകൾ നിൽക്കുന്നു. വഴുതന എല്ലാം ഫ്രാങ്ക്ലിൻ വന്നിട്ട് ഏകദേശം 1 മാസമേ ആയിട്ടുള്ളൂ. ഇതാ ഈ 1 മാസത്തിൻ്റെ ഉള്ളിൽ വന്ന വളർച്ചയാണ് ഈ കാണുന്നത്. പൂ വന്നിട്ടുണ്ടല്ലേ? ഇവിടെ കുറച്ച് അങ്ങ് ദൂരെ തക്കാളി നിൽക്കുന്നു, മുളക് വെച്ചിട്ടുണ്ട്. ഇതിലൊക്കെ നമ്മൾ മല്ലിക ചെടികൾ കൂടി വെച്ചിട്ടുണ്ട്, ചെണ്ടുമല്ലി. ഇവിടെ ഒരു ഷോട്ട് എടുത്താൽ അറിയാൻ പറ്റും. ഇതിൻ്റെ കണ്ടീഷൻ ഇതാണ്. ഇതിൻ്റെ അകത്ത് മണ്ണിൻ്റെ അംശം എന്ന് പറയുന്നത് വളരെ കുറവാണ്. കല്ലാണ് കൂടുതലല്ലേ? പഴയ ഇത് കട്ടയുടെ കണ്ടോ? അതായത് കംപ്ലീറ്റ് ഈ ബിൽഡിങ്ങിന്റെ വേസ്റ്റുകൾ കംപ്ലീറ്റ് ഡംപ് ചെയ്ത സ്ഥലമാണ് ഇവിടെ ആയിരുന്നു അല്ലേ? അതൊന്ന്. പിന്നെ മണലുകൾ, അതായത് ഇത്തരം ഈ കിടക്കുന്ന കല്ലുകളെ പോലത്തെ കല്ലുകളാണ് കംപ്ലീറ്റ്. ജസ്റ്റ് ആ ഒരു കുഴി, ഇത് കോവൽ നടാൻ വേണ്ടിയിട്ടായിരിക്കും ഈ കുഴി എടുത്തിരിക്കണം, നമ്മൾ എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ ഭാവി വിചാരിക്കും എന്തിനാണ് ഇത്രയും വലിയ കുഴി. അതെ, ശരിയാണ്. ശരിക്കും ഇത്രയും ഇതായിട്ട് രീതിയിൽ എടുക്കാറില്ലല്ലോ, ഇത്ര ഇതുപോലെ ചെയ്യാറില്ല. എൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതില് ശരിക്കും പറയാം ചേന നടുന്ന പോലത്തെ പരിപാടിയാണ് ചെയ്യാൻ പോണേ. അതെന്ത് കോവൽ ശരിക്കും ആ വള്ളിയാണ് കുത്തി വെച്ച് കൊടുക്കല്ലേ വേണ്ടുള്ളൂ? അതെ അതെ, ചെറിയ കൂമ്പാരം കൂട്ടിയിട്ടാണ് അതിൽ നടന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് ആണ് ചെയ്യണത്. അതിന്റെ കാര്യം എന്താന്ന് വെച്ചാൽ നമ്മളൊരു 5 വർഷത്തോളം ആ കോവൽ നിർത്തും. 5 വർഷത്തോളം പ്രൂണിംഗ് ആണോ നമ്മുടെ ഉദ്ദേശം? അതെ 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 അല്ലേ? പിന്നെ മറ്റൊന്ന്, അപ്പൊ പ്രൂൺ ചെയ്ത് വളർത്താൻ ഇങ്ങനെ ഇത്രയും ഇത് ഇടണം അല്ലേ? ഇതിന്റെ ഒരു കാര്യം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ മണ്ണില് വളങ്ങൾ കുറവായതുകൊണ്ട് ആവശ്യമായിട്ടുള്ള കുറെ സാധനങ്ങൾ ഒരു പാക്കേജ് ആയിട്ട് ഇതിന്റെ അകത്ത് ഇട്ടിരിക്കും. അതായത് ചപ്പയാറുകള്, ചാണകം, ഉണക്ക ചാണകമാണ് കേട്ടോ, ഉണക്ക ചാണകം. അതിന്റെ കൂടെ വേപ്പും പിണ്ണാക്ക്, അതായത് വേരിന് വരുന്ന അസുഖങ്ങളൊക്കെ കുറയും. അതിന് വേണ്ടിയിട്ടാണ് വേപ്പും പിണ്ണാക്ക്, വേപ്പും പിണ്ണാക്ക് എല്ലാം കൂടെ കുറച്ച് ഇടും. ഏകദേശം ഒരു 5 കിലോയോളം സാധനം ഇതിൻ്റെ അകത്ത് ഇട്ടതിന് ശേഷമായിരിക്കും അകത്തുനിന്ന് തന്നെ കൂമ്പാരം കൂട്ടിയിട്ടായിരിക്കും നടുന്നത്. അപ്പൊ ഇത്രത്തോളം കുഴി വേണം നടത്താം അല്ലേ? ഓക്കെ ഓക്കെ. ഇത് ഏകദേശം ഇപ്പം 2-2 ആണ് ഇതിന്റെ വീതിയും നീളവും പറഞ്ഞത്. മഴ വന്നിട്ട് ഇപ്പം ഒരു ഒരടിക്കുണ്ടല്ലേ? ഓക്കെ. ഈ മണ്ണിനെ നമ്മൾ മാറ്റിയെടുക്കാൻ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്തത്? ആണ് ഫസ്റ്റ് ചെയ്തത് പിണ്ണാക്കും സ്ലറിയുമായിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു വളക്കൂട്ടാണ് ഉപയോഗിച്ചത്. പിന്നെ രണ്ടാമത് ഒരു 5 ദിവസത്തെ ഇടവേളയിൽ തന്നെ ജീവാമൃതം കൊടുത്തു. ഇതിന്റെ മുന്നേ നമ്മളൊരു 2 സാധനങ്ങളാണ് ഇപ്പൊ നിലവിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അതിനുശേഷം അടുത്തത് ഒഴിക്കാനുള്ള സാധനം അത് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ ഞാൻ പറഞ്ഞത് ഇതിപ്പോ നമ്മൾ തൈകൾ വെച്ചതിന് ശേഷമല്ലേ? ആ തൈകൾ വെക്കുന്നതിന് മുൻപേ നമ്മൾ വെക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തതെന്ന് പറഞ്ഞാൽ ആദ്യം അതായത് ഈ ബെഡ് റെഡിയാക്കിയതിന് ശേഷം അതിലേക്ക് ഇപ്പൊ ഇതിൽ നോക്കിയാൽ അറിയാം, ഇത് ആട്ടിൻ കാഷ്ടമാണ്. അതായത് ഈ ഇതിലുള്ള ഈ ആട്ടിൻ കാഷ്ടം, അതുപോലെ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ വേപ്പ് മണ്ണാക്ക് കിട്ടും, അതുപോലെ എല്ലുപൊടിയുണ്ട്, പിന്നെ ചാണകമുണ്ട്. ഇതെല്ലാം വളരെ മിനിമം അളവിലാണ്, ഒരുപാടല്ല, ശരിക്കും ഒരു കൈ അളവിൽ. അതായത് പുട്ടിന് തേങ്ങ ഇടണ പോലെ കുറച്ച് ഇട്ടിട്ട് അങ്ങ് വയ്ക്കുക. ബെഡ് ചെയ്തു, അതിൽ വെറുതെ വെതറി ഒന്നുകൂടെ മണ്ണിനെ ഒന്ന് ലെവൽ ചെയ്തു, എന്നിട്ട് ഉടനെ തന്നെ ചെടി നട്ടു. അപ്പോൾ ഈ ലാറ്ററൈറ്റ് മണ്ണിനെ നമ്മൾ ഏറ്റവും നല്ല സോയിലാക്കി മാറ്റി. ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഇത് ബെറ്റർ സോയിലാണ്. ബെറ്റർ സോയിൽ, അതായത് അതിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങൾ നോക്കിയാൽ, അതായത് മണ്ണിൻ്റെ അല്ല, മണ്ണിൽ ഇപ്പോൾ നിലവിലുള്ള ഘടകങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നല്ല സോയിലാണ്. നമ്മളത് അതിന് വേണ്ട ലവണങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതെ അതെ അല്ലേ? അതെ. ഫ്രാങ്ക്ലിൻ ഭായി ഏകദേശം എത്ര തൈകൾ വെച്ചിട്ടുണ്ട് ഇവിടെ? തക്കാളി, ഈ കാണുന്നതൊക്കെ തക്കാളി തൈകൾ. ഇതിലിപ്പോൾ ഏകദേശം 600-ഓളം തൈകൾ വെച്ചിട്ടുണ്ട് അല്ലേ? അത് നമ്മൾ ഇതിന്ന് സെലക്ട് ചെയ്തിട്ടൊന്നല്ലല്ലോ, എങ്ങനെയാണ്? അല്ല, വിത്തുകളെ നമ്മൾ എങ്ങനെയാ ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള വിത്തുകൾ എങ്ങനെയാണ് എടുത്തിട്ടുള്ളത്?
വിത്തുകളൊന്നും നമ്മൾ ഇവിടെ സമീപത്ത് തന്നെയുള്ള ഒരു സ്റ്റോറിൽ നിന്നാണ് വിത്തുകൾ വാങ്ങിച്ചിരിക്കുന്നത്. കാരണം മണ്ണുത്തിലുണ്ടായിരുന്നില്ല ആ സമയത്ത്. കാരണം ഇതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് ഒരുമാതിരിപ്പെട്ട സീഡുകളൊന്നും അവൈലബിൾ അല്ലായിരുന്നു. അത് ശരി. അപ്പോൾ അതുകൊണ്ട് നമുക്ക് സാധാ ഒരു സ്റ്റോറിൽ നിന്നാണ് സീഡ് വാങ്ങിച്ചത്. എല്ലാം മുളച്ചിട്ടുണ്ട് കേട്ടോ അല്ലേ? ഓൾമോസ്റ്റ് എല്ലാം തന്നെ മുളച്ചിട്ടുണ്ട്. ഒരു കുറച്ചെണ്ണം മാത്രം ഇങ്ങനെ ഒരു ദ്രുതപാത്രത്തിൻ്റെ ഒരു ഇത് കാണിക്കണുണ്ട്. പക്ഷെ അതും നമ്മൾ കളഞ്ഞിട്ടില്ല, ട്രീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ട്രീറ്റ് ചെയ്യുന്നുണ്ട്. ഈ ദ്രുതപാട്ടത്തിലൊക്കെ നമ്മൾ എന്താണ് ഇവിടെ ചെയ്യുന്നത്? ഞാൻ കൂടുതലും അത് ചെയ്യുന്നത് പിഴുത് കളയാതെ ഇതിന് ശരിക്കും എന്നാൽ ഇതൊരു ബാക്ടീരിയയിലൂടെ വരുന്നതാണ്. ഇതിൻ്റെ റൂട്ടിനെയാണ് കൂടുതൽ ബാധിക്കുക. ശരി. അപ്പോൾ അതിനായിട്ട് പെർട്ടിസീലിയം ഒന്ന് ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. അതെല്ലേ, റിസൾട്ട് ഉണ്ടോ? റിസൾട്ട് ആയി വരണുണ്ട്. കാരണം ഈ ഇലകൾ കണ്ടാൽ അറിയാം അതിന് മാറ്റം വരുന്നുണ്ടല്ലേ. തന്നെ അതിൻ്റെ ഫ്ലവറിങ്ങും ഏകദേശം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടല്ലേ. നമ്മളെ ഇപ്പോൾ ഇവിടെ വന്നിട്ട് ഫ്രാങ്ക്ലിൻ ബോയ് വന്നിട്ട് ഏകദേശം ഒരു 10-35 ദിവസമായിട്ടുള്ളൂ അല്ലേ? അത്ര ആയിട്ടും ഒരു 40 ദിവസത്തിനുള്ളിൽ. ഈ സാധനം നട്ടിരിക്കുന്നത് ഓഗസ്റ്റ് 19 തീയതിയാണ്. ഓഗസ്റ്റ് 19 നട്ടതാണ് അല്ലേ? ഇന്ന് 22 ആയിട്ടുള്ളൂ. ഒരു മാസം ഏകദേശം ഒരു 3 ദിവസം 4 ദിവസമായിട്ടേ ആയിട്ടുള്ളൂ. അതെ, വല്ലച്ചിറ കൃഷി ഓഫീസർ ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ഇവിടുത്തെ MLA ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു മാസത്തിൻ്റെ ഉള്ളിലേ ഇതാ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതാ ഇവിടെ ഇങ്ങനെ നോക്കൂ, ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. കണ്ടോ തക്കാളി, അങ്ങോട്ട് വരാം. കണ്ടോ തക്കാളിക്ക് എല്ലാറ്റിനും ഒരുവിധം ഇവിടെ കാണുന്നതിനെല്ലാം തന്നെ കായ പിടിച്ചിട്ടുണ്ട്. ഇതെല്ലാം ഒറ്റ മാസം കൊണ്ട് കായ്ഫലം വന്നിട്ടുള്ളതാണ്. ഇത് ഇങ്ങനൊരു ഇത്രയും വലിയ റിസൾട്ടിലേക്ക് ഇതിനെ എത്തിച്ചതിൻ്റെ ഒരു ഘടകം എന്താണ്? അതായത് ഇത് നമ്മളുടെ വളങ്ങളുടെയും ഇതിന്റെ പരിചരണത്തിന്റെയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം. ഇവിടെ ഇപ്പൊ നിങ്ങൾ വന്നിട്ട് ഇവിടെ ഒന്നും തേനീച്ചകളെ ഒന്നും കാണാനില്ല. അതെ. പക്ഷെ എന്നിട്ടും ഇത്രയും നന്നായിട്ട് പോളിനേഷൻ നടക്കുന്നുണ്ട്. അതെ, അതിന്റെ ഗുട്ടൻസ് എന്താണെന്ന് നമുക്ക് അറിയേണ്ടത്. അതിന്റെ കാര്യം പറയാം. അതാണ് നമുക്ക് അറിയേണ്ടത്. അതിൽ ഏറ്റവും അത്യാവശ്യം ചെയ്തിരിക്കുകയാണ്. ഇവിടെ നോക്കിയാൽ അറിയാം, നമ്മളിവിടെ സ്പ്രിംഗ്ലറുകൾ വെച്ചിട്ടുണ്ട്. അവിടെയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി ഈ സാധനം ഞാൻ രാവിലെ 6 മണിക്ക് ഡെയിലി, കാരണം ഈ മണ്ണിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ 4 മണിക്കൂറേ വെള്ളം ഉണ്ടാവുള്ളൂ. ഇന്ന് രാവിലെ ഇതിൽ വെള്ളം അടിച്ചിട്ട് ഇതിൻ്റെ അകത്ത് നനവെന്ന് പറഞ്ഞാൽ സംഭവമില്ല. ഇതുണ്ടോ? ശരിയാണ്. ഇവന്മാർക്കും ചെറിയ വാട്ടം കാണിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു 3:30 കഴിയുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ വെള്ളം 2 മണിക്കൂർ വെച്ചിട്ട് അടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് അത് മാറും. പക്ഷെ ആ ഒരു കണ്ടീഷനിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ സ്പ്രിംഗ്ലറിൻ്റെ ഈ വെള്ളം വന്ന് ഇതിൽ അടിക്കുമ്പോൾ ഇതിനൊരു ഷേക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്ന അതേ ഒരു സിസ്റ്റം തന്നെയാണ് അതിൽ ഓൾറെഡി കിട്ടണത്. അതാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ളത് അല്ലേ? ശരി. അതൊരു വലിയ ഘടകമാണ്. കാരണം ഇത്രയും കാര്യങ്ങൾ, ഇത്രയും സംഭവങ്ങൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാധ്യമായിട്ടുള്ള കാര്യം. പിന്നെ മറ്റൊന്ന്, ഇതിൽ എന്ത് കൃഷിയാണെങ്കിലും ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് നമ്മളുടെ ഒരു പ്രസൻസ് തന്നെയാണ്. പ്രസൻസ് ആണ് അല്ലേ? കാരണം മോർണിംഗ് 6 o'clock മുതൽ ഞാൻ ഒരു 8 o'clock വരെ ഇതിലുണ്ട്. അതല്ലേ? ഇപ്പോൾ തന്നെ ഫുഡ് കഴിച്ചിട്ട് ജസ്റ്റ് ഇവിടെ വന്നില്ലേ. അതുപോലെ തന്നെ റൊട്ടൈൻ അടുത്തായിട്ട് നമുക്കിന് സക്കർ എങ്ങനെയാണ് എടുക്കണമെന്ന് കാണിക്കാം. മുമ്പിൽ ഞാൻ കയ്യിൽ എടുക്കല്ലേ കാണിച്ചു. നമ്മൾ ഒന്നെങ്കിൽ ഇത്തരം ഒരു പ്രൂണർ വാങ്ങിക്കുക. അതല്ലാന്നുണ്ടെങ്കിൽ എന്താ ഇതുപോലത്തെ ഒരു കത്തി വാങ്ങിക്കുക. ഇത് രണ്ടും ഈ സാധനം ഒരുപാട് ഉപയോഗങ്ങളുള്ളതാണ്. ഒരുപാട് ഉപയോഗങ്ങൾ ഉണ്ടല്ലേ ഇതുകൊണ്ട് ചെയ്യാൻ വേണ്ടി വയ്ക്കും. ഇത് മറ്റേ വാഴക്കൊലയൊക്കെ പടല തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് കടകളിൽ എല്ലായിടത്തും അവൈലബിൾ ആണ്. 60 രൂപ അത്രയൊക്കെ ഉള്ളൂ. ഈ സാധനം വേണ്ടി 260 രൂപ ഒക്കെ പ്രൈസ് വരത്തുള്ളൂ. പിന്നെ ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ ഒരു ഇതായിട്ട് ചെയ്യാം. പക്ഷേ കുറച്ചുകൂടെ എളുപ്പം ഇതാണ്. ജസ്റ്റ് ഇതിൽ വെച്ചിട്ട് കൈ കൊണ്ട് തന്നെ ഇതാ ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. കണ്ടോ? അപ്പോൾ എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അതിനും ഒന്നിനും കേടുകളൊന്നുമില്ല. നമുക്ക് വളരെ പെട്ടെന്ന് അത് ചെയ്യാം. അതുകൊണ്ട് ഈ ചെറുതായിട്ടുള്ളതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്ത് കളയാൻ പറ്റും. കണ്ടോ? പിന്നെ മറ്റൊരു കാര്യം കൂടെ രതീഷ് ഭായി ശ്രദ്ധിച്ചെന്ന് അറിഞ്ഞൂടെ, ഇത് കെട്ടി നിർത്തിയിരിക്കുന്ന രീതി. നടുക്കിൽ കൂടെ എന്താ ഇങ്ങനെ ഒരു കമ്പി അല്ലേ? ഒരു കമ്പിയിൽ നിന്ന് വേറൊരു കമ്പി ഇട്ടിട്ട് ഇങ്ങനെ കെട്ടിയിരുത്തിയിരിക്കുകയാണ്. അതിലിങ്ങനെ പ്ലാസ്റ്റിക്കിൻ്റെ ഇത് വെച്ച് കെട്ടിയിട്ടുണ്ടല്ലോ. അതെ, അത് ഇവിടെ അയവായിരിക്കും. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ കെട്ടി നിർത്താറുണ്ട്. ഒന്നെങ്കിൽ മോളിൽ നിന്നായിരിക്കും നമ്മൾ ഇത് ലൂപ്പ് ഇടുന്നത്. അതല്ലെന്നുണ്ടെങ്കിൽ ഇതിൽ ഫ്രെയിം പോലെ ചെയ്തിട്ട് അതിലായിരിക്കും കെട്ടി വയ്ക്കണം. ഇതിങ്ങനെ ചെയ്യാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഇത് തുറന്ന പ്രദേശമായതുകൊണ്ട് ചില സമയത്ത് നല്ല ശക്തമായിട്ടുള്ള കാറ്റ്.
അപ്പോൾ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഫ്ലെക്സിബിൾ ആയതുകൊണ്ട് ചെടിക്ക് വലിയ പ്രശ്നമില്ല. മറ്റേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷേക്ക് വരുമ്പോൾ ഈ മുകളിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിൻ്റെ അടി ഇളകാൻ വേണ്ടിയിട്ടുള്ള സാധ്യതയുണ്ട്. അടി ഇളകാൻ സാധ്യതയുണ്ട്. അതെ. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ രീതി ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ യാതൊരു പ്രശ്നമില്ല കേട്ടോ അല്ലേ? എവിടെയും അവർ ഒരുമിച്ച് നിൽക്കുകയും ചെയ്യും, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ഈ ഡെയിലി റൊട്ടൈൻ്റെ ഭാഗം പറഞ്ഞാലാണ് ഈ ഒരു സാധനം. ഇതൊരു സോയിൽ ടെസ്റ്ററാണ്. ഇത് നമുക്ക് ആർക്ക് വേണമെങ്കിലും വാങ്ങിക്കാവുന്ന കാര്യമുള്ളൂ, വലിയ വിലയൊന്നുമില്ല. ഒരു 450 രൂപ ആ റേഞ്ചൊക്കെ ഉള്ളൂ. അതല്ലേ, ഓൺലൈനിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇതിൽ നമുക്ക് pH അറിയാൻ പറ്റും, ലൈറ്റിൻ്റെ കണ്ടീഷൻ അറിയാൻ പറ്റും, ആ ഏരിയയിലുള്ള ഒരു മോയ്സ്ചർ കണ്ടന്റ്, അതായത് ആ ചെടിയുടെ ചുവട്ടിലുള്ള മോയ്സ്ചർ കണ്ടന്റ് നമുക്കറിയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്കൊന്ന് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ചെടിക്ക് ഒരു ക്ഷീണം ഉണ്ടെങ്കിൽ എന്താണ് അതിന് pH വേരിയേഷൻ ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഞാൻ ഇവിടെ ഇത് ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ സോയിലിൻ്റെ പ്രത്യേകത കൊണ്ട് നമ്മളെപ്പോഴും ഇത് വേണം. ആഴ്ചയിൽ ഒരു 4 ദിവസം കൂടുമ്പോഴെങ്കിലും ഞാൻ ചെയ്യാറുണ്ട് സാധാരണ രീതി. ഇത് നമ്മൾ ഈ സോയിൽ എടുത്ത സമയത്ത് എത്രയായിരുന്നു pH എന്ന് പറഞ്ഞാൽ? 5.3. അതിന്റെ റിപ്പോർട്ട് ഇരിപ്പുണ്ട്. അതല്ലേ, 5.3. ഇത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇപ്പം ഇത് സാറിന് നമ്മുടെ ഗ്രോ ബാഗിലോ എവിടെയെങ്കിലും ആണെങ്കിലും ആ ചെടിയുടെ ചോട്ടിൽ നിന്ന് ഒരു 2 ഇഞ്ച് മാറ്റിയിട്ട് ഈ സാധനം നേരെ താഴത്തേക്ക് ആക്കുക. കുറച്ച് താഴത്തേക്ക് ആക്കുമ്പോൾ ഇതിലിപ്പം pH നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 7-നും 8-നും ഇടയ്ക്കായിട്ടാണ് കാണിക്കുന്നത്. അതായത് 7.5 സ്റ്റില്ലായിട്ട് നിൽക്കുന്നുണ്ട്. ഇനി അടുത്തായിട്ട് വന്നിട്ട് ഇതിൻ്റെ ലൈറ്റാണ്, ഇവിടെ കിട്ടുന്ന ലൈറ്റ്. ഇപ്പോൾ കണ്ടോ, ഇപ്പം നമ്മുടെ നിഴലുണ്ട്, അതിൽ നിഴൽ മാറ്റി കഴിഞ്ഞാൽ അറിയാം 2000 ലൂമിനസിന് മുകളിലാണ് കാണിക്കുന്ന ലൈറ്റ്. അതായത് അത്രയ്ക്കും പ്രകാശമുണ്ട്. ഒരു ലൂമിനസ് എന്ന് പറയുന്ന ഒരു മെഴുകുതിരി പുറപ്പെടുവിക്കുന്ന വെളിച്ചമാണ് അല്ലേ. അപ്പോൾ ആ ഫുള്ള് ലൈറ്റ് കണ്ണിന്റെ ഒരു ടോപ്പിലുള്ള ലൈറ്റ് എന്തുമാത്രം ഉണ്ട് അത്രയും ലൈറ്റ് ഇവിടെ കിട്ടുന്നുണ്ട്. പിന്നെ അതിന് മോയ്സ്ചർ കണ്ടന്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ടോ കുറച്ച് കുറവാണ്. അതായത് ചെറിയ ഡ്രൈ കണ്ടീഷനിലാണ് പറഞ്ഞത്. ഇപ്പം 3:30 ആകുമ്പോഴത്തേക്ക് വീണ്ടും നമ്മൾ വെള്ളം കൊടുക്കുക. അതായത് രാവിലെ ഒരു തവണ കംപ്ലീറ്റ് 2-നും 3-നും ഇടയ്ക്കായിട്ടാണ് ചെറുതായിട്ട് നിൽക്കുന്നത്. അതായത് അത്ര മോശമില്ല, വെള്ളം കുറഞ്ഞു വരികയാണ്. അപ്പോൾ കറക്റ്റ് നമ്മൾ ആ ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 3/4 മണിക്കൂറിന് ശേഷം വീണ്ടും വൈകുന്നേരം നനയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള ശരിക്കും ഇതിന്റെ എത്ര വേണ്ടെന്ന് പറഞ്ഞേ ഏതാ മോയ്സ്ചർ വന്നിട്ട് ഇപ്പം ഈ 4 തൊട്ടാണ് 7 വരെയാണ് കറക്റ്റായിട്ടുള്ള. അതിന്റെ മുകളിലേക്ക് 8 തൊട്ട് പറഞ്ഞത് കൂടുതലാണ്. ഈ ഗ്രീൻ കാണിക്കുന്നതുണ്ടോ, അതിൽ ഈ നടുക്കുള്ളതാണ് കേട്ടോ. ആ ഗ്രീൻ കാണിക്കുന്നതിൽ 4, 5, 6, 7 അതുവരെയാണ് നല്ല മോയ്സ്ചർ കണ്ടീഷൻ. അതിന് താഴേക്ക് പോണത് കുറവും മുകളിലേക്ക് പോണത് കൂടുതലും ബെറ്റായിട്ടുള്ള കണ്ടീഷനാണ്. നമ്മൾ ഇപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കൃഷി രീതി പറയുമ്പോഴേ നമുക്ക് എത്ര 7.5 pH വേണം അല്ലേ? ഇപ്പം അതായത് 7.5 pH എന്ന് പറയുന്നത് നല്ല pH ആണ്. നല്ല pH ആണ്. അതായത് ഒരു 6 മുതൽ 8 വരെയൊക്കെ കല്ല് കുഴപ്പമില്ല. അതിൻ്റെ മുകളിലേക്കാണ് pH കൂടുന്ന ഒരവസ്ഥ പറഞ്ഞത്. ഇതേ രീതിയിൽ തന്നെയല്ലേ നമ്മൾ ഈ തക്കാളിക്ക് പുറമേ ഇതാ ഇവിടെ നിർത്തിയിരിക്കുന്ന ഈ പയറ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അല്ലേ? ഒരേ വളങ്ങളാണ് കൊടുത്തിരിക്കുന്നത്, ഒരേ രീതിയിലാണ് എല്ലാവരും ചെയ്തിരിക്കുന്നത് അല്ലേ? ഇപ്പൊ തന്നെ ഇതിൽ നോക്കി അറിയാം നമ്മുടെ നിഴലും. അതെ, അത്രത്തോളം ഇവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ. അപ്പോൾ നമ്മളെ പയറ് കടന്നു, ഇതാ വഴുതനയുടെ അടുത്തെത്തി. വഴുതന നമ്മളിവിടെ അത്യാവശ്യം തൈകൾ വെച്ചിട്ടുണ്ടല്ലോ. ഇത് അപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നുണ്ട്, ഇതാ ഇവിടെയൊക്കെ നിറയെ നിൽക്കുന്നുണ്ട്. ഇത് ഏത് വഴുതനയാണിത്? നമ്മൾ ആ നീളനുള്ളതാണോ അതോ ആണോ? ഓക്കെ. ഇതും നമ്മൾ വെച്ചിട്ട് ഇപ്പോൾ എത്ര ദിവസമായി എന്നാ പറഞ്ഞേ? ഇത് കഴിഞ്ഞ മാസം 26-ാം തീയതി വെച്ചാണ്. 26-ന് വെച്ചതാണ് അല്ലേ? ഹൈറ്റ് ഒന്നും ആയിട്ടില്ല. ഇത്രയും പെട്ടെന്ന് സംഭവമായിട്ടുണ്ട്. ഇവിടെ ഞാനൊരു പൂവിട്ട് നിൽക്കുന്നുണ്ട് ഇവിടെ. ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇതിൻ്റെ ഉള്ളിൽ ഇത് എല്ലാവർക്കും ഒരേ രീതിയിലാണ് നമ്മൾ വളം കൊടുക്കുന്നത് അല്ലേ? ഇവിടെ പൂവിട്ട് അപ്പോൾ വൈകാതെ വഴുതനയും എത്തും അല്ലേ? അപ്പോൾ ഇനി നമ്മളുടെ കാന്താരിയാണ് അല്ലേ? എല്ലാം കാന്താരി. ഇത് ചെറിയ പച്ച കാന്താരിയാണോ അതോ വൈറ്റ് ഏതാണ്? പച്ച കാന്താരി. അതല്ലേ, നന്നായിട്ട് വില കിട്ടുന്നൊരു സംഭവമാണ്. അതെ. ഇതെങ്ങനെ നമ്മൾ പ്രൂൺ ചെയ്യും? എങ്ങനെ കാന്താരിയൊക്കെ വെക്കുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? നടുക്രമമൊക്കെ സാധാരണ രീതിയിൽ തന്നെ നമ്മൾ, പക്ഷേ ഇതിനെ ഒരു മിനിമം ഒരു 3 വർഷത്തേക്കൊക്കെ നിർത്തുന്നത്. 3 വർഷം നിർത്തും അല്ലേ? അല്ലേ,
3 വർഷം വരെ അപ്പോൾ നന്നായിട്ട് കായ്ഫലവും കിട്ടും കേട്ടോ അല്ലേ? ഇപ്പൊ ഇതിൽ തന്നെ ഇതുണ്ടോ പൂവായി തുടങ്ങി. വെണ്ട അല്ലേ? വെണ്ടത്തൈകൾ ഇതാ ഇവിടെ ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. ഇതാ അത്യാവശ്യം കായും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിന്. തക്കാളിയുടെ ഒപ്പം വെച്ചതാ അല്ലേ? നോക്കുക എല്ലാറ്റിലും വെണ്ടയും കാര്യങ്ങളൊക്കെ ഓ അതുകൊണ്ടാണ് ഇത് വലിപ്പം വെക്കാത്തത് ഈ തൈകൾ അല്ലേ? ഇതുണ്ടോ ഇവിടെയൊക്കെ എല്ലാറ്റിലും കായുണ്ട്. അതായത് ഫ്രാങ്ക്ലിൻ ബൈ ഇവിടെ വന്നിട്ട് ഒരു ഒഴിഞ്ഞിറക്കുന്ന സ്ഥലത്തെ ഏറ്റവും മനോഹരമാക്കി എടുത്തിരിക്കുകയാണ്. സത്യത്തിൽ ഇവിടെ അങ്ങനെ ഒന്നും ആയിട്ടില്ല, ഇവിടെ ആയി വരുന്നേ ഉള്ളൂ അല്ലേ? അതായത് നമ്മളുടെ ചാലിൽ നോക്കിക്കഴിഞ്ഞാൽ വെള്ളം അറിയാം, വെള്ളം അതിൽ കിടക്കുകയാണ്. ഈ രാവിലത്തെ വെള്ളം ഇത്രയും വെള്ളം ഇവിടെ കിടപ്പുണ്ട്. പക്ഷെ ഇതിന്റെ കടക്കിൽ നോക്കിക്കഴിഞ്ഞാൽ അത്രയും വെള്ളത്തിന്റെ ആവശ്യം കാണൂല. ഇതുപോലെ ഇറങ്ങണില്ല, അത്രയും മണ്ണ് ടമ്പറാണ്, മണ്ണില്ല. ഇപ്പൊ ഇതിൽ മോയ്സ്ചർ കണ്ടന്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ കുറവാണ്, പക്ഷെ ഇത്ര അടുത്ത് വെള്ളം കിടക്കുകയാണ്. കുറവാണ്, അവിടെ കുറവാണ് അല്ലേ? ഓക്കെ. ഇവിടെ ഇങ്ങനെ രാവിലെ നനച്ചതിൻ്റെ അല്ലേ? രാവിലെ നനച്ച വെള്ളത്തിന്റെ ബാലൻസ് ഇവിടെ കിടക്കുന്നുണ്ട്. പക്ഷെ എന്നിട്ട് ചെടിയുടെ ചോട്ടിൽ വെള്ളമില്ല, ചെടിയുടെ ചോട്ടിൽ വെള്ളം കുറവാണ്. അതെ അതെ. അപ്പോൾ നമ്മൾ ആ നന എപ്പോഴും അത്രയും കറക്റ്റ് ആയിരിക്കണം. അതെ, അതാണ് ഏറ്റവും പ്രധാനം. ഇതാണ് നമ്മുടെ വാട്ടർ സോഴ്സ്. നോക്കൂ, ഇവിടെ ഇങ്ങനെ ഒരു 10-50 കൊല്ലത്തേക്കുള്ള വെള്ളം ഇവിടെ സെറ്റായിട്ട് കിടക്കുന്നുണ്ട്. അതിൽ മീനും ഉണ്ട്. നമ്മൾ ഇത്രയും മുകളിലായതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റാതെ. ഇത് കോറിയാണല്ലേ? കല്ലിൻ്റെ കോറിയായിരുന്നു ഇത്. നമ്മുടെ ഈ ഹോസ്പിറ്റലിൻ്റെ സ്ഥലം തന്നെയാണല്ലോ അല്ലേ? അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മുടെ എല്ലാ നനയ്ക്കലും ഇതൊക്കെ കാര്യങ്ങളൊക്കെ അല്ലേ? ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഈ ഫ്രാങ്ക്ലിൻ ബൈയുടെ പ്രൊജക്റ്റിൻ്റെ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് നമ്മൾ വന്നിരിക്കുന്നത് അല്ലേ? അടുത്തൊരു വരവിൽ അല്ലേ നമ്മൾ കാര്യങ്ങളുണ്ടാവും. പശുക്കള്, ആട്, കോഴി എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. നമ്മളൊരു 30 പശുവിനുള്ള തൊഴുത്താണ് ഇപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആടുകൾ ഏകദേശം ഒരു 60 എണ്ണം ഉണ്ടാവും. 60 അല്ലെങ്കിൽ ആ ഒരു റേഞ്ചിലുണ്ടാവും, 50-ന് മുകളിലുണ്ടാവും. അതെ അല്ലേ? ഇതിപ്പം നമ്മുടെ ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കാനുള്ള ഗ്രോ ബാഗ് നിറയ്ക്കാൻ അല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇതിൽ ചാണകപ്പൊടി ഇട്ടിട്ടുണ്ട്, നല്ല ഫൈനായിട്ടുള്ള ചാണകപ്പൊടിയാണ്. ഓക്കെ, അത് ചാണകപ്പൊടി മാത്രമല്ല നമ്മളെ ഇതുണ്ടോ? ഏതാ? നമ്മുടെ ചകിരിച്ചോറ്. ഏതാ? ചകിരിച്ചോറ് ഇതിന്റെ പുറകെയാണ് ഇടുന്നത്. പുറകെ അല്ലേ? ഇത് ഇപ്പൊ മണ്ണ് അതിൻ്റെ അകത്തുനിന്ന് കല്ലെല്ലാം നീക്കിയിട്ടുണ്ട്. നോക്കാം. ഇത്രയും കല്ലുകൾ ഇവിടെ മാറ്റിയിട്ടിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ പൊട്ടിച്ച ചാക്കാണ് ഇത്. ഇപ്പൊ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഇത് കണ്ടോ, വേസ്റ്റ് നാരുകളൊന്നുമില്ല. കറക്റ്റ് കേട്ടോ, നല്ല കോക്കോപ്പിറ്റ. ഇത് പിന്നെ മറ്റേ പോലെ കറുത്തിട്ടൊന്നും ഇരിക്കുന്നില്ല, ശരിക്കും പക്ക ചകിരിച്ചോറ്. ഒരു ഫുൾ ചാക്കിന് 110 രൂപ റേറ്റ് ഉള്ളൂ. അതല്ലേ? അതായത് ഇത്ര ക്വാളിറ്റി ഉള്ള സാധനം, ഇത്രയും ക്വാളിറ്റി ഉള്ള. അതെ. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് താഴേക്ക് നോക്കുന്നത്. നമുക്കും അത്ഭുതമാണ് കേട്ടോ. അതാണ്ടോ ഇവിടെ ഇത്രയും വലിയൊരു ഉറവുണ്ട്. ഇത് ഉറവാണ് അല്ലേ? ഇത് ആക്ച്വലി 1000 ചാക്ക് വെക്കാൻ വേണ്ടിട്ട് എടുത്തിട്ടുള്ള ഒരു കുഴിയാണ്. ശരി. തൊട്ടപ്പുറത്തും കാണാം. പക്ഷെ ഈ കുഴിയിൽ ഉറവുണ്ടായിരുന്നു. അവിടെ വെള്ളം വരുന്നത് കാണാം. ആ ഉള്ളിൽ നിന്ന് വെള്ളം പൊന്തി വരുന്ന കാണാൻ പറ്റും. ഇതാ സൈഡിൽ ഒരു ബബിൾസ് വരുന്നല്ലേ? മണ്ണിളകുന്നുണ്ടോ? അത് അതിൻ്റെ അടിയിൽ കാണുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്കത് നമുക്കത് അത്രയും ഇതായിട്ട് കാണാൻ പറ്റില്ല, കാണുന്നുണ്ട് കറക്റ്റ്. ഇവിടെ ഒന്ന് ചെറുതായിട്ട് കലക്കി കഴിഞ്ഞാൽ അത് അറിയാൻ പറ്റും. ശരിക്കും ഇവിടെയൊക്കെ നിറയെ വെള്ളമുള്ള സ്ഥലമാണ് അർത്ഥം അല്ലേ? ഇതുണ്ട്. അത് ഇവിടുന്ന് ഇങ്ങനെ ഒരു ചാല് കയറി ഇങ്ങനെ കയറി നമ്മുടെ ഈ കൃഷി സ്ഥലത്തിൻ്റെ സൈഡിലൂടെ ഈ വെള്ളം പോയി ആണ് കൃഷിക്ക് ഉപയോഗിക്കുന്ന കൂടിയുണ്ട്. അത് നമ്മുടെ ആ പാറ പൊട്ടിച്ചു കൊടുത്ത് മാത്രമല്ല അല്ലേ? അതാ ഇങ്ങനെ പോകുന്നു, ഇങ്ങനെ പോയിട്ട് ഇതുണ്ട്, ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ നോക്കൂ, ഈ കാണുന്ന ഈ കൃഷി മുഴുവൻ ഈ മനുഷ്യന് ഇവിടെ ഒന്നിനും കൊള്ളാതെ കിടന്നിരുന്നൊരു ഭൂമിയിലെ ഒരു തുടക്കം മാത്രമാണ് നമ്മൾ ഈ കണ്ടത്. അതും വെറും 1 മാസം കൊണ്ട് എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള റിസൾട്ട് ഇതിൽ കാണിച്ചു കൊടുക്കാൻ അദ്ദേഹത്തിന് പറ്റിയിട്ടുണ്ട്. നമുക്ക് ഫ്രാങ്ക്ലിനെ പോലെയുള്ള ആളുകളാണ് നമുക്ക് ഒരുപാട് പ്രചോദനമാകുന്നത്. നമ്മുടെ ഓരോ മേഖലയിലും നമ്മൾ കടന്നു ചെല്ലുമ്പോൾ, അല്ലെങ്കിൽ എല്ലാവരും കൃഷിയിൽ നിന്ന് പുറകോട്ട് പോകാൻ മടിക്കുന്ന ഈ ഒരു കാലത്ത്
കൃഷി എത്രത്തോളം സ്നേഹിച്ചിട്ട് കൃഷിയിൽ ഇങ്ങനെ ഒരു റിസൾട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് കാണിച്ചു തരിക എന്നത് ചെറിയൊരു കാര്യമേ അല്ല. അപ്പോൾ ഫ്രാങ്ക്ലിനെ പോലുള്ള ആളുകൾ തന്നെയാണ് ലോകമൊട്ടാകെ അറിയേണ്ടത്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ നമ്മുടെ വീഡിയോയിൽ കൊടുക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അദ്ദേഹത്തെ വിളിക്കുക, ഇവിടെ വന്ന് കാണേണ്ടവർക്ക് കാണാം. ഇത് മാത്രമല്ല, ഫ്രാങ്ക്ലിൻ്റെ ഇതിൻ്റെ അടുത്തൊരു സ്റ്റേജ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും വരുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ വീഡിയോ നിങ്ങളുടെ മുൻപിലേക്ക് എത്തിക്കാൻ. അപ്പോൾ ഒട്ടും വൈകാതെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും